അതെ, ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാലോ? ടൈം 8:30 ആയുള്ളൂ. ലുലുവും നെസ്റ്റോയും ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്കിപ്പോൾ ലുലുവിലാണ് പോകേണ്ടത്. ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ റെഡിയായി. നമുക്ക് ലുലു വരെ പോയിട്ട് വരാം. ഞാൻ ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും മേടിച്ചു വെക്കാറില്ല. എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ അപ്പോൾ പോയി മേടിക്കും. ഫ്രഷായിട്ട് കിട്ടണല്ലേ നല്ലത്, അല്ലാതെ ഫ്രിഡ്ജിൽ വെക്കണതിനെക്കാട്ടിലും നല്ലത്. പിന്നെ ചോക്ലേറ്റ്സ്, ആ കാണുന്ന ഗാലക്സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡയറ്റായ കാരണം അവിടെ തിരിച്ചു വെച്ചു. പിന്നെ നമുക്ക് മീൻ എന്താ ഉള്ളതെന്ന് നോക്കിയാലോ. ഉണക്കമീൻ കണ്ടു. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കുറിച്ചി എന്നാണ് പറയുന്നത്, ഈ കുഞ്ഞു മീൻ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുമാതിരി എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഉണ്ണിയപ്പം, പഞ്ചാര മിഠായി, നാരങ്ങ മിഠായി, പുളിമിഠായി, ശർക്കര മിഠായി, അങ്ങനെ എന്താണോ വേണ്ടത് അതെല്ലാം. പിന്നെ നമുക്ക് പണ്ട് ഭയങ്കര കൊതിയില്ലായിരുന്നു ഇതെല്ലാം കഴിക്കാൻ. ഇപ്പം എല്ലായിടും ഇഷ്ടംപോലെ കിട്ടണോണ്ട് നാട്ടിലാണെങ്കിലും നമുക്ക് വലിയ കൗതുകമൊന്നും തോന്നാറില്ലല്ലോ. പിന്നെ എല്ലാം അവിടെ വെച്ചു. 1-2 ഇട്ടിരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. ഇതിപ്പോൾ കുറേ ആയത് കാരണം ഒന്നും കഴിക്കില്ലല്ലോ ഒരുപാട്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നോക്കിയാലോ. വിഷു കഴിഞ്ഞ ടൈം ആയിരുന്നത് കൊണ്ട് നിറയെ ഫ്രഷ് വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു. നിറയെ വാഴയിലയും. പിന്നെ കരിമ്പ് കണ്ടു. കരിമ്പും ജ്യൂസ് എല്ലാവരും കുടിക്കില്ലേ? ഞാനങ്ങനെ കുടിക്കാറില്ല കേട്ടോ. എനിക്കിങ്ങനെ ചവച്ച് കഴിക്കണതാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ ചെറിയ രീതിയിലുള്ള ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് അവിടെ ഒരു ജെല്ലി ടൈപ്പ് എന്തോ ഒരു ചോക്ലേറ്റ് പോലെ എന്തോ കണ്ടത്. അതുകൂടെ നോക്കി. എന്നാൽ പിന്നെ ബില്ല് കൊടുത്തു. നമ്മൾ പയ്യെ ഇറങ്ങുകയാണ് കേട്ടോ. അവിടുന്ന് തൊട്ടടുത്ത് തന്നെ അല്ലേ ബിൽഡിങ്, അപ്പോൾ പെട്ടെന്ന് എത്തും. ആ കാണണയാണ് കേട്ടോ. പിന്നെ ഫുഡ് കൂടെ കഴിച്ചാലോ. ആദ്യം തന്നെ ചിക്കൻ സൂപ്പായിരുന്നു. കുഴപ്പമില്ലാത്ത ടേസ്റ്റായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ നമ്മൾ അപ്പവും ചിക്കൻ കുറുമയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് അപ്പം ഭയങ്കര ഇഷ്ടമാണ്, കല്ലപ്പം. ഇന്ന് നമ്മൾ കഴിച്ചത് പാലപ്പം കേട്ടോ. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതായിരുന്നു കേട്ടോ.